വെൽക്കം ബാക്ക് അഗൈൻ. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇസ് ഫ്രം ദ ചാപ്റ്റർ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ക്വസ്റ്റ്യൻ എന്താ നോക്കാം. റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് ലാംഡ ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ഫോട്ടോ സെൽ. ദ ഫാസ്റ്റസ്റ്റ് എമിറ്റഡ് ഇലക്ട്രോൺ ഹാസ് എ സ്പീഡ് v. If the wavelength is changed to 3 lambda by 4, the speed v dash of the fastest emitted electron will be. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അതായത് മെറ്റാലിക് സർഫസിലേക്ക് ലാംഡ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ഒന്ന് ഫോൾ ചെയ്തപ്പോൾ എമിറ്റ് ചെയ്തു പോയ ഇലക്ട്രോണിൻ്റെ മാക്സിമം വെലോസിറ്റി v ആണ്. ഇനി ലാംഡയ്ക്ക് പകരം 3 ലാംഡ ബൈ 4 ആയപ്പോൾ ആ വെലോസിറ്റി v ഡാഷായി മാറി. എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് v ഡാഷ് ആൻഡ് v ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് ഈ രണ്ട് കേസിലും ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ലാംഡ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വന്ന് ഫോൾ ചെയ്തപ്പോൾ എമിറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ മാക്സിമം വെലോസിറ്റി v ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഐൻസ്റ്റീൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺ ഈക്വൽസ് എനർജി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ മൈനസ് വർക്ക് ഫംഗ്ഷൻ φ0. ദറ്റ് ഈസ് ഹാഫ് mv² ഈക്വൽസ് hc ബൈ ലാംഡ മൈനസ് φ0 എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാം കേസിലേക്ക് വരാം. സെക്കൻഡ് കേസ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇയാൾ ഇക്വേഷൻ നമ്പർ 1 എഴുതുന്നു. സെക്കൻഡ് കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ വി കൺ റൈറ്റ് ഹാഫ് mv² ഈക്വൽസ് hc ബൈ ലാംഡയ്ക്ക് പകരം 3 ലാംഡ ബൈ 4, ദറ്റ് ഈസ് 4hc ബൈ 3 ലാംഡ മൈനസ് φ0 എന്ന് എഴുതാം. ഓക്കെ, ഇയാളാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതുന്നു. ഇനി ഇക്വേഷൻ നമ്പർ 1 ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ അതെനിക്ക് hc ബൈ ലാംഡ ഈക്വൽസ് ഹാഫ് mv² പ്ലസ് φ0 എന്ന് എഴുതാം. ശരിയല്ലേ? ഇയാളെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ഇക്വേഷൻ നമ്പർ 3 ഇൻ ഇക്വേഷൻ നമ്പർ 2. ദറ്റ് ഈസ് ഹാഫ് mv² ഈക്വൽസ് 4/3 ഇൻറ്റു hc ബൈ ലാംഡയ്ക്ക് പകരം ഹാഫ് mv² പ്ലസ് φ0 മൈനസ് φ0 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് mv² ഈക്വൽസ് 2/3 mv² പ്ലസ് 4/3 φ0 മൈനസ് φ0 എന്ന് എഴുതാം. ദറ്റ് ഈസ് ഹാഫ് ഇത് v ഡാഷ്. ഓക്കെ, സോറി ഇറ്റ്സ് v ഡാഷ്. ഹാഫ് mv² ഈക്വൽസ് നൗ ഇറ്റ് ബിക്കംസ് 2/3 mv² പ്ലസ് φ0/3 എന്ന് വരും. ഇതിൽ നിന്നും v'² സെപ്പറേറ്റ് ചെയ്താൽ ഇറ്റ് ബിക്കംസ് 4/3 v² പ്ലസ് 2/3 φ0/m എന്ന് വരും. കാരണം ഈ m നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് ലോജിക്കായി ചിന്തിക്കണം. സപ്പോസ് ഇഫ് φ0/m ഈക്വൽസ് 0, ഇത് 0 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം ദെൻ 2/3 φ0/m വിച്ച് ഈസ് ഓൾസോ 0. അങ്ങനെയാണെങ്കിൽ v'² ഈക്വൽസ് 4/3 v² എന്ന് വരും. അല്ലെങ്കിൽ v' എന്ന് പറഞ്ഞാൽ അത് റൂട്ട് ഓഫ് 4/3 v എന്ന് വരും. എപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, φ0/m 0 ആണെങ്കിൽ. ഓക്കെ, നമുക്കറിയാം φ0 എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റലിൻ്റെ വർക്ക് ഫങ്ഷനാണ്. അതൊരിക്കലും 0യോ നെഗറ്റീവോ ആകില്ല. ഇനി m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. മാസ് ഓഫ് ഇലക്ട്രോണും ഒരിക്കലും ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ 0യോ ആകില്ല. അതും 0യോ അല്ലെങ്കിൽ നെഗറ്റീവോ അല്ല. അങ്ങനെയാണെങ്കിൽ φ0/m എന്ന് പറഞ്ഞാൽ അത് 0യോ നെഗറ്റീവോ അല്ല, അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, ഓർ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം v'² ഈക്വൽസ് 4/3 v² പ്ലസ് എ പോസിറ്റീവ് വാല്യൂ ഓർ എ വാല്യൂ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ
വി ഡാഷ് എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ √4/3 വി എന്ന് വരും. ഈ ടേം ഇല്ലെങ്കിൽ വി ഡാഷ് എന്ന് പറയുന്നത് 4/3 വി ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ വന്നില്ലേ, അപ്പോൾ വി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 4/3. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. സപ്പോസ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ 4/3 വി സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് 5 എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് 2/3 50/m = 0 ആണെങ്കിൽ വി ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ √5 എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി ഇഫ് 2/3 50/m is greater than 0, ലെറ്റ് അതിൻ്റെ വാല്യൂ നമുക്കാണെങ്കിൽ 0.01 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വി ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് √5 + 0.01 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ എന്ത് വരും? വി ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ √4/3 വി എന്ന് വരും. ഈ ലോജിക്ക് വേണം ഇവിടെ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു.